തക്കാളി വരുമോ? അതെന്ത് ചോദ്യടാ, നിനക്ക് പോയി അടുക്കളന്ന് എടുത്താ പോരെ? അതല്ല, ചോദിച്ചിട്ട് വേണ്ട എടുക്കാൻ. അങ്ങനത്തെ ഒരു നീ ഞങ്ങള് കുട്ടിയല്ലേ, നീ പോയി എടുത്തോ. അത് ശരിയാവില്ല. സാരില്ല, എന്നാ ഞാൻ എടുത്തോണ്ട് വരാട്ടാ. നീ ഇവിടെ നിന്നോ. ആ, അമ്മയും ഭാര്യ ഇല്ലാത്ത കൊണ്ട് കൂട്ടുകാരന്മാര് കൂടിട്ട് കമ്പനി കൂടുക അല്ലേ? അങ്ങനല്ല, പറയരുത്. അമ്മ പറയരുതിട്ടാ. ഇല്ല, പറയില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്തും ചോദിക്കാതെ എടുക്കാൻ പറ്റും എനിക്ക്. ഉമ്മ കേൾക്കും, ഉമ്മ പോകും. അപ്പൊ ഞാൻ പറയാം, ഉമ്മ അവിടെ അനീത്തിയുടെ വീട്ടിൽ പോവാണ്. നീ ഒരു 3 മണിയാകുമ്പോ വന്നാ മതി. 3 മണിയോ? ആ, അത് ശരി. അല്ല, ഞാൻ തക്കാളി ഉണ്ടായിരുന്നില്ല വീട്ടില്, ആ തക്കാളി എടുക്കാൻ വന്നതാ. അവൻ 2 തക്കാളി കൊണ്ടുപോകാൻ വന്നു. എവിടേക്ക് പോണ്? സുന്ദരി ആയിട്ടല്ലോ. എപ്പോഴാ പോണ്? പോവോ? ഇന്ന് ഇല്ല, അന്ന് കുറച്ച് കൂട്ടുകാരന്മാരെ വന്നിട്ടുണ്ട് വീട്ടില്. ഓ, അതൊന്നും പേടിക്കണ്ട, ഞാനില്ല അടുത്ത്. ആ, ഞാൻ നോക്കാം, കുഴപ്പമില്ല. ഞാനുണ്ടല്ലോ അവിടെ. ഞാൻ നോക്കിക്കോളാം. ഇല്ല, ചുമ്മാ ഇങ്ങനെ പിള്ളേര് വന്നപ്പോ ചിക്കൻ കറി വെക്കാനാ. ഒന്നിച്ച് വാങ്ങി വെക്കാൻ കഴിഞ്ഞത് അറിഞ്ഞില്ല. ആ, ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെ. ആ, നോക്കാം. ആ, ശരി ശരി ഉമ്മ. ആ, ശ്രദ്ധിക്കാം, കുഴപ്പമില്ല. ആ, നീ എത്ര പെട്ടെന്ന് വന്നാ? വാ കേറ്. അമ്മ പോയി, വാ. കുടിക്കാൻ എന്തെടുക്കട്ടെ? പിന്നെ പേടിയില്ലാതിരിക്കോ? ദൂരെയുള്ള കുടുംബക്കാരെക്കാട്ടും നല്ലത് അടുത്തുള്ള അയൽവാസികളല്ലേ, എന്ത് കാര്യം ചെയ്തു തരുമല്ലോ. ജോലിക്കൊന്നും പോകുന്നില്ലേ? എങ്ങനെ ജോലിക്ക് പോരാ? നീ ഉള്ളപ്പോ ജോലിക്ക് പോയാൽ നിന്റെ ഓർമ്മ വരും. പോയോ? കൂട്ടുകാരൊക്കെ പോയോ? എല്ലാരും പോയി. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ധൃതിയാണ്. ധൃതിയായിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനു പേടിക്കുന്നു? പേടിക്കണ്ടല്ലോ, എന്നെ അത്ര വിശ്വാസം എന്റെ ഉമ്മാക്ക്. അതാ എല്ലാം പറഞ്ഞിട്ട് പോയ. എന്താ സ്പെഷ്യലായിട്ട് സംസാരിക്കാനല്ലോ? ഒന്നുമില്ല, ചുമ്മാ. വിളിക്കാറില്ലേ? വിളിക്കാറുണ്ട്. വരണുണ്ടോ അടുത്ത്? വരണ്ടെന്ന് പറഞ്ഞു. ഒന്നും നമ്മളെ കാര്യങ്ങൾ നടക്കൂല. അതെ അതെ, ഇത് ശരിയാ. വരാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ പോയിട്ട് 1 വർഷമായില്ലേ? 1 വർഷം കഴിഞ്ഞു. വരുമ്പോ ബീവിക്ക് എന്താ കൊണ്ടുവരണോ? അറിയില്ല.